എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ കറക്ഷൻ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് വന്നിട്ടുള്ള റിമാർക്സ് എല്ലാം കറക്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജൂലൈ 5-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലരും അവരവരുടെ മാർക്ക് ചെക്ക് ചെയ്തപ്പോൾ മാർക്കിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ LBSുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ മാർക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള LBS സബ് സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ കുട്ടികളും റിവാലുവേഷന് കൊടുത്ത കുട്ടികളുടെയും മാർക്കിൽ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ റിവാലുവേഷൻ്റെ മാർക്കും അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതാണ്. ഇൻ കേസ് അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പുതിയ മാർക്ക് ലിസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBS കണ്ടുപിടിക്കാത്ത എന്നാൽ നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പലരും പറഞ്ഞിരുന്നു അവരുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ തന്നെ അവരുടെ നെയിമിൽ ചെറിയ വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിമാർക്ക് ഇഫ് എനി എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് ആ റിമാർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റുകളും തിരുത്താൻ സാധിക്കുന്നതാണ്. കറക്ഷൻ ടൈമിന് ശേഷം വരുന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും സ്റ്റേറ്റ് മെറിറ്റുകളിലും ഉള്ള റാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം അഡ്മിഷൻ പോസിബിലിറ്റി ഉണ്ടെന്ന് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നത്. പല കുട്ടികളും ചോദിച്ചിരുന്നു എപ്പോഴാണ് കോളേജ് ഓപ്ഷൻസ് നൽകേണ്ടത്, കോഴ്സ് ഓപ്ഷൻസ് നൽകേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം ലഭിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ന്യൂ ക്ലെയിം ഇനി സാധിക്കുന്നതല്ല. ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊരു ക്ലെയിം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്, നേഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുക്കാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാമോ എന്നുള്ളത്. അപ്പോൾ LBS വഴിയുള്ള നേഴ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് LBS വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് PNC-MAC അതുപോലെ AMCSFNCക്ക് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്